ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീനുകളുടെ വിഷനെ കുറിച്ചാണ്. ഇപ്പോൾ ഈ മീൻ കിടക്കുന്നത് ക്ലിയർ വാട്ടറിലാണ്. ഇതുപോലെ തന്നെ നമ്മുടെ പല മീനുകൾ ആൽഗെ വാട്ടറിൽ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാച്ചുറൽ ഹാബിറ്റാറ്റുകളിൽ ചില മീനുകൾ ഈ പറഞ്ഞതുപോലെ വരാല്, മുഷികളൊക്കെ ഈ ചേറ് പോലുള്ള സംഭവങ്ങളിലൊക്കെ കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത്തരം സാഹചര്യങ്ങളിൽ കിടക്കുന്ന മീനുകൾക്ക് നമ്മൾ ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ആ ഫുഡ് അവർക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചാണ്. അത് വിഷൻ ഉപയോഗിച്ച് എത്രത്തോളം ഡിറ്റക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മുടെ ചില മീനുകൾക്ക് ചിക്കനൊക്കെ ഫീഡ് ചെയ്യുന്ന ദിവസമാണ്, പ്രത്യേകിച്ച് ഈ ഒരു ബ്ലാക്ക് ജയന്റ് ഗൗരാമിക്ക്. അതുപോലെ തന്നെ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ഇരിക്കുന്ന കുറച്ച് ആൽബിനോ ജയന്റ് ഗൗരാമികൾക്ക് നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട്. ഇതിന് ഫീഡ് ചെയ്തതിന് ശേഷം ഞാൻ അവരെ ഫീഡ് ചെയ്യുന്നത് കാണിക്കാം. ജസ്റ്റ് ഇന്ന് ഫീഡിംഗ് ഡേ ആയതുകൊണ്ട് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. വിഷൻ അല്ലെങ്കിൽ സൈറ്റ് എന്ന് പറയുന്ന ഒരു സെൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്ലിയർ വാട്ടറിലാണ് ഇത് കിടക്കുന്നത്. നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിന് ക്ലിയർ ആയിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ഇത് കാണാത്ത ഏതെങ്കിലും ഭാഗത്താണ് ഫുഡ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് കഴിയുമ്പോൾ ഇത് പോകുന്ന സമയത്ത് ആ ഒരു ഏരിയയിലേക്കൊക്കെ പോകുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു ഫുഡ് എന്ന് പറയുന്നത്. ഇനി വേറൊരു സാഹചര്യം എന്ന് പറയുന്നത് കലങ്ങിയ വെള്ളത്തിൽ കിടക്കുന്ന മീനുകളാണ്. ഈ പാടത്തൊക്കെ ചേറിലൊക്കെ കിടക്കുന്ന മീനുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, വരാല്, മുഷി പോലുള്ള മീനുകൾ. അത്തരം സാഹചര്യങ്ങളിൽ ഇവരുടെ കാഴ്ച എന്ന് പറയുന്നത് വളരെ പുവറാണ്. ഇവർക്ക് തീരെ കാണാനായിട്ട് പറ്റില്ല. അപ്പം അത്തരം സാഹചര്യങ്ങളിലാണ് ഈ മീനുകൾ മറ്റ് സെൻസുകൾ യൂസ് ചെയ്യുന്നത്. അതായത് സ്മെല്ല് ചെയ്യാനുള്ള സെൻസ്, അതുപോലെ തന്നെ ടച്ച് ചെയ്ത് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള സെൻസ്, പിന്നെ ടേസ്റ്റ് ചെയ്യാനുള്ള സെൻസ്. ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പ് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ടച്ച് ചെയ്ത് സെൻസ് ചെയ്യാനായിട്ട് അവർ യൂസ് ചെയ്യുന്നത് പല മീനുകൾക്ക്, ഇപ്പോൾ ഗൗരാമികൾ കാണുന്നുണ്ടെങ്കിൽ അവരുടെ വയറിൻ്റെ അടിഭാഗത്ത് പെൽവിക് ഫിൻ എക്സ്റ്റൻഷൻസ് ഉണ്ട്. രണ്ട് നീളത്തിൽ സ്റ്റിക്ക് പോലെ ഇരിക്കുന്ന സംഭവങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ കാറ്റ് ഫിഷുകൾക്ക് അവരുടെ മീശ പോലെ ഇരിക്കുന്ന ബാർബൽസ് ഉണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചാണ് മീനുകളെ ടച്ച് ചെയ്ത് സെൻസ് ചെയ്യുന്നത്. ചില മീനുകൾ ഫിൻസ് യൂസ് ചെയ്യും, സ്കിന്ന് യൂസ് ചെയ്യും. ഇതൊക്കെയാണ് അവർ ടച്ച് ചെയ്ത് സെൻസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ടച്ച് ചെയ്ത് സെൻസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ടാക്ടൈൽ സെൻസിങ് അല്ലെങ്കിൽ മെക്കാനോ റിസപ്ഷൻ. വേറെ ഒരു സെൻസ് എന്ന് പറയുന്നത് സ്മെല്ല് ചെയ്യാനുള്ള എബിലിറ്റിയാണ്. അതായത് ഇവരുടെ വായുടെ മുകൾ ഭാഗത്തായിട്ട് രണ്ട് ഹോൾസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിനെ നെയേഴ്സ് എന്നാണ് പറയുന്നത്. ഇതിലൂടെ വെള്ളം കടത്തി വിട്ടിട്ട് അവർ സ്മെല്ല് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിനെയാണ് ഓൾഫാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത സെൻസ് എന്ന് പറയുന്നത് ടേസ്റ്റ് ചെയ്യാനുള്ള സെൻസാണ്. ഇവിടെ വായ്ക്കകത്ത് ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. ഈ മുഷി പോലുള്ള മീനുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ബാർബെൽസിൽ മീശ പോലെ ഇരിക്കുന്ന സംഭവത്തിൽ ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് അവർ വെള്ളത്തിൽ ടേസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് സെൻസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഗസ്റ്റേഷൻ. നേരത്തെ പറഞ്ഞ ടച്ച് സെൻസ് ഉപയോഗിച്ചിട്ട് ഇവർക്ക് ഫുഡും സെൻസ് ചെയ്യാൻ പറ്റും. ഇവർക്ക് ചുറ്റുപാടുമുള്ള ഒബ്ജക്ട്സ് ഒക്കെ ടച്ച് ചെയ്ത് സെൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലൗഡി ആയിട്ടുള്ള വെള്ളത്തിൽ കിടക്കുമ്പോൾ അവർ ഈ പറഞ്ഞ സെൻസുകൾ യൂസ് ചെയ്താണ് ഫുഡ് ഡിറ്റക്ട് ചെയ്യുന്നത്, ചുറ്റുവട്ടത്തുള്ള സംഭവങ്ങളെല്ലാം ടച്ച് ചെയ്ത് സെൻസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നൊക്ടേണൽ ആയിട്ടുള്ള മീനുകൾ, രാത്രി ആക്റ്റീവ് ആയിട്ടുള്ള മീനുകളും ഈ പറഞ്ഞ സെൻസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം രാത്രി അവർക്ക് കാഴ്ച കുറവാണ്. അതുകൊണ്ട് അവർ ഈ പറഞ്ഞ 3 സെൻസുകൾ, ഇപ്പം നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത 3 സെൻസുകൾ യൂസ് ചെയ്യാനായിട്ട് അവർ നിർബന്ധിതരാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കലങ്ങിയ വെള്ളം അല്ലെങ്കിൽ മടി വാട്ടർ അല്ലെങ്കിൽ ഈ ചേറ് പോലുള്ള വെള്ളത്തിലൊക്കെ അവരുടെ വിഷൻ എന്ന് പറയുന്നത് വളരെ പുവറാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ സെൻസുകളൊക്കെ അവർ ഫുഡ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാനൊക്കെ ഈ വളർത്തുന്ന ഇത്തരം സാഹചര്യങ്ങൾ, അതായത് ആൽഗെ വാട്ടർ. ഇപ്പോൾ ഈ ബക്കറ്റുകളിലൊക്കെ നിങ്ങൾക്ക് പച്ച വെള്ളമാണ് കാണുന്നത്, ഇത് ആൽഗെ വാട്ടറാണ്. ഇതിനകത്ത് എങ്ങനെയാണ് വിഷൻ എന്നുള്ളത് എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. നിങ്ങളിൽ പലർക്കും ഉണ്ടായിരിക്കും. ക്ലിയർ വാട്ടറിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, അതുപോലെ മഡ് വാട്ടർ അല്ലെങ്കിൽ കലങ്ങിയ വെള്ളം, ചേറുവെള്ളം എന്നൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞു. ഇതിനകത്ത് എങ്ങനെയാണ് വിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഒരു ഇതിൽ ഞാൻ വിചാരിച്ചത് ഈ ചെളിവെള്ളം പോലെ തന്നെയായിരിക്കും, അതിൽ കിടക്കുമ്പോഴുള്ള അവസ്ഥ തന്നെയായിരിക്കും ഈ ഒരു ആൽഗെ വാട്ടർ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ മീനുകളെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ മുങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് തീരെ കാണാൻ പറ്റില്ല. നമ്മളിപ്പോൾ ടോർച്ച് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ പോലും ഈ ഒരു ടാങ്കിൻ്റെ അല്ലെങ്കിൽ ബക്കറ്റിൻ്റെ അല്ലെങ്കിൽ ക്രേറ്റിൻ്റെ ഒക്കെ അടിഭാഗത്തേക്ക് നമുക്ക് ഒരിക്കലും കാണാനായിട്ട് പറ്റില്ല. ഒരിക്കലും ട്രാൻസ്പാരൻ്റ് ആയിട്ടൊരു സിറ്റുവേഷൻ അല്ല, ഒരു ഒപ്പേക്ക് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ്. അത് ലൈറ്റ് അടിച്ചാൽ പോലും നമുക്ക് അടിഭാഗവും മീനിനെ ഒന്നിനെയും കാണാനായിട്ട് പറ്റില്ല. അത്രയ്ക്കും എന്താ പറയുക, ബ്ലോക്ക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഈ ആൽഗെ വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതുപോലെ നമ്മൾ ഫീഡൊക്കെ ചെയ്യുന്ന സമയത്ത് മീനുകൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ചിക്കൻ്റെ പീസൊക്കെ കാണാതെ പോയി കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് ചീഞ്ഞ് നാശാവാനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ വെള്ളം മോശമാവും, പിന്നെ അത് അസുഖത്തിലേക്കൊക്കെ വന്ന് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആൽഗെ വാട്ടറിൽ വിഷൻ ഉണ്ടോ എന്നതിനെക്കുറിച്ചൊന്ന് റിസർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മഡ് വാട്ടർ അല്ലെങ്കിൽ ചേറ് വെള്ളം അല്ലെങ്കിൽ കലങ്ങിയ വെള്ളത്തിൽ ലൈറ്റിന് കടന്നു പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ലൈറ്റ് പാസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അവരുടെ വിഷൻ വളരെ പുവറായിട്ട് വരുന്നത്. അതേസമയം ആൽഗെ വാട്ടറിൽ അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. അതിനേക്കാൾ കൂടുതലായിട്ട് ലൈറ്റ് കടന്നു പോകാനായിട്ട് ഈ ഒരു അല്ലെങ്കിൽ ലൈറ്റിന് പാസ് ചെയ്യാനായിട്ട് ആൽഗെ വാട്ടറിൽ പറ്റും. അതുകൊണ്ടാണ് ആൽഗെ വാട്ടറിൽ ഇവർക്ക് ഈ അഴുക്ക് വെള്ളത്തിനേക്കാളും അല്ലെങ്കിൽ ചളി വെള്ളത്തിനേക്കാളും വിഷൻ കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പോൾ ആൽഗെ വാട്ടറിൽ ഇവർക്ക് കാഴ്ചയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്ലിയർ ആയിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർക്ക് കാണാൻ പറ്റും. പക്ഷേ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളത്തിൽ കാണാൻ പറ്റുന്ന പോലെ ആയിരിക്കില്ല എന്ന് മാത്രം. അപ്പോൾ ഒരു പരിധിവരെ തീർച്ചയായിട്ടും ആൽഗെ വാട്ടറിൽ അവർക്ക് വിഷനുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് വിഷൻ ഇല്ലെങ്കിലും അവർക്ക് മറ്റ് സെൻസുകൾ ഉപയോഗിച്ചിട്ട് ഈ ഫുഡ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും.
അതായത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ടച്ച്, സ്മെല്ല്, ടേസ്റ്റ് ഈ സെൻസുകൾ വഴി അവർക്ക് തീർച്ചയായിട്ടും ഫുഡ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട കാര്യമല്ല. ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ഇട്ട് കൊടുത്ത ഫുഡ് അവർ കാണാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡിൽ പോയി കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവർ പിന്നീട് കണ്ടുപിടിച്ച് കഴിച്ചോളും. മീനുകൾ ആ കാര്യത്തിൽ വളരെ സ്മാർട്ടാണ്. പ്രത്യേകിച്ച് ഈ ജൈൻറ്റ് ഗൗരാമികളും അതുപോലെ തന്നെ ഓസ്കാറുകളൊക്കെ ഭയങ്കര സ്മാർട്ടാണെന്നാണ് പറയുന്നത്. ഇതുപോലെ എവിടെയെങ്കിലും കിടക്കുന്ന ഫുഡ് ഇതുപോലുള്ള സെൻസുകൾ വഴി ഡിറ്റക്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട്. അതുകൊണ്ട് നമ്മൾ ഇതുപോലുള്ള ആൽഗെ വാട്ടറിലൊക്കെ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചിക്കൻ്റെ പീസുകളൊക്കെ അവർ കാണാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ തന്നെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് 1-2 പീസുകൾ അവർ കാണാതെ പോയിട്ടുണ്ട്. ഈ കാണുന്ന ഇതിനല്ല, തൊട്ടടുത്തിരിക്കുന്ന ബക്കറ്റുകളിൽ 2 വലുത് എടുക്കുന്നുണ്ട്, കുറച്ച് സൈസ് കൂടിയത്. ഞാൻ അതിനെ കാണിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആൽഗെ അടിച്ചിട്ടുണ്ട് വെള്ളം. അവരെ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. മാത്രമല്ല നമ്മൾ നെറ്റ് പൊക്കി വെച്ചാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഫീഡ് ചെയ്യുന്നത്. സാധാരണ ഞാൻ നെറ്റ് കവർ ചെയ്തിട്ട് സൈഡിൽ കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് അവരെല്ലാവരും മുകളിൽ വന്ന് കഴിക്കാറുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നെറ്റ് പൊക്കിയപ്പോൾ ഈ വലിയ സൈസുകൾ രണ്ടും താഴെ ഇങ്ങനെ നിൽക്കുകയാണ്. മുകളിലേക്ക് വരുന്നുണ്ട്, പക്ഷേ കയ്യിൽ നിന്ന് എടുക്കുന്നില്ല, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് എടുക്കാറുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പുറത്തെ 3 ബക്കറ്റിൽ കാണിക്കുന്നത്. ഇവിടെ കിടക്കുന്നത് നമ്മൾ ഈ അടുത്ത് ആഡ് ചെയ്ത ചെറിയ സൈസുകളാണ്. ഇതൊക്കെ ചെറിയ സൈസാണ്, കണ്ടില്ലേ? ഇതൊക്കെ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ 2 ബക്കറ്റിൽ കിടക്കുന്ന വലിയ സൈസ് അവരങ്ങനെ മുകളിലേക്ക് വരുന്നില്ല. ഞാൻ ഇട്ട് കൊടുത്ത് അവർ കഴിക്കുന്നുണ്ട് ഇടയ്ക്ക്, പക്ഷേ ചിലതൊക്കെ താഴേക്ക് പോയി. അപ്പോൾ അതുപോലെ താഴേക്ക് പോകുന്ന സമയത്ത് ഇവർ കഴിക്കുമോ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. തീർച്ചയായിട്ടും അവർ കണ്ടുപിടിച്ച് കഴിച്ചോളും. ഇപ്പോൾ വിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു വിഷൻ അനുസരിച്ച് അവരത് ഡിറ്റക്റ്റ് ചെയ്തോളും. ഇപ്പോൾ വിഷൻ കുറവാണ് ആ വെള്ളത്തിൽ എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ മറ്റ് സെൻസുകൾ ഉപയോഗിച്ചിട്ട് തീർച്ചയായിട്ടും ഇവരത് ആ ഫുഡ് കണ്ടുപിടിച്ച് കഴിച്ചോളും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും ഓവർ ഫീഡ് ചെയ്യരുത്. എന്ത് സാധനമാണെങ്കിലും നമ്മൾ ഓവർ ഫീഡ് ചെയ്യരുത്. പ്രത്യേകിച്ച് ഇതുപോലുള്ള നോൺ വെജ് ഐറ്റംസ്. അവർക്ക് കറക്റ്റ് കഴിക്കാൻ പാകത്തിനുള്ള ഫുഡ് മാത്രമേ നമ്മൾ കൊടുക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെ ആവശ്യത്തിന് മാത്രമാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ താഴെ പോയാലും അവർ കണ്ടുപിടിച്ച് കഴിച്ചോളും. അല്ലാതെ നമ്മൾ ഓവർ ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആവശ്യത്തിൽ കൂടുതൽ ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വയർ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ താഴെ പോയിട്ട് ഡിറ്റക്റ്റ് ചെയ്ത് കഴിക്കൊന്നുമില്ല. അവിടെയാണ് പല ആൾക്കാർക്കും പണി കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ഓവർ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ആവശ്യമില്ലാത്ത ഫുഡാണ്, അല്ലെങ്കിൽ അവരെ വയർ നിറഞ്ഞു, അവരുടെ വിശപ്പ് മാറി എന്നുണ്ടെങ്കിൽ പിന്നെ താഴെ കിടക്കുന്ന ഫുഡൊന്നും അവർ പോയി ഡിറ്റക്റ്റ് ചെയ്ത് കഴിച്ചു എന്ന് വരില്ല. കാരണം ഓൾറെഡി നോൺ വെജ് ഫുഡുകൾ കുറച്ച് സമയം എടുത്താണ് ഡൈജസ്റ്റ് ആവുന്നത്. അതുകൊണ്ട് കുറേ സമയത്തേക്കൊന്നും അവർക്ക് വിശപ്പുണ്ടായിരിക്കില്ല. ഈ സമയം കൊണ്ട് താഴെ വേസ്റ്റായി കിടന്നതെല്ലാം ചീഞ്ഞ് അമോണിയ ഫോം ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ മീനുകൾക്ക് കാഴ്ച കൊണ്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഫുഡുകൾ മറ്റ് സെൻസുകൾ ഉപയോഗിച്ച് തീർച്ചയായിട്ടും അവർക്ക് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അവരത് കണ്ടുപിടിച്ച് കഴിച്ചോളും. പക്ഷേ ഒരിക്കലും ഓവർ ഫീഡ് ചെയ്യരുത്. ഓവർ ഫീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫുഡ് ഒരിക്കലും ഇവർ പോയി ഡിറ്റക്റ്റ് ചെയ്ത് കഴിക്കില്ല. കാരണം അവർക്ക് അതിൻ്റെ ആവശ്യമില്ല, അവരുടെ വയർ നിറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ വേസ്റ്റും കാര്യങ്ങളെല്ലാം വെള്ളത്തിൽ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഓവർ ഫീഡ് ചെയ്യരുത്. അതുകൊണ്ടാണ് നമ്മൾ പല വീഡിയോകളിലും പറയുന്നത് വീക്കിലി നമ്മൾ 25% വലിച്ച് കളയുക വെള്ളം. അതോടൊപ്പം അടിഭാഗം ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും വേസ്റ്റ് ഇതേപോലെ അക്യൂമുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീക്കിലി ഈ വാട്ടർ ചേഞ്ചിൻ്റെ ഒപ്പം അങ്ങ് റിമൂവ് ആയി പൊക്കോളും. പ്രത്യേകിച്ച് നോൺ വെജ് ഒക്കെ ഫീഡ് ചെയ്യുന്ന ടാങ്കുകളിലാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് പലതരത്തിലുള്ള വെള്ളത്തിൽ മീനുകളുടെ വിഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ബാക്കി സെൻസുകളെ കുറിച്ച് നമ്മൾ ക്വിക്കായിട്ട് പറഞ്ഞു പോയി. ഈ പറഞ്ഞതെല്ലാം ഫിഷ് കീപ്പിങ്ങിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം.